അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഗെറ്റിംഗ് അപ്പ് ഓൺ കോൾഡ് മോർണിംഗ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേജസൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് കോൾഡ് മോർണിംഗ്സിൽ എഴുന്നേൽക്കുമ്പോൾ, അതായത് തണുത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും, ആ ഒരു ബുദ്ധിമുട്ട് അത്ര വലിയ തെറ്റല്ല എന്നും അതിനെ ന്യായീകരിക്കുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്സേ ആണ് കേട്ടോ അത്. അപ്പോൾ നോക്കാം, ബാക്കിയുള്ള ഭാഗം നോക്കാം. Add to these benumbed fingers, which may help you to cut yourself, a curing body, a frozen towel, and ever full of he that says there is nothing to oppose in all this only shows at any rate that he has no merit in opposing it. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു റൈറ്റർ മോർണിംഗിൽ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് ടൈം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് സെർവൻറ്റിനെ കൊണ്ട് പിച്ചിരുന്ന കാര്യങ്ങളും അതുവഴി എക്സ്ട്രാ കിട്ടിയിരുന്ന ടൈം ഒക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിവിടെ ഒരു രീതിയിലും ഒഴിവ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ, ഫിംഗേഴ്സ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ആഡ് ടു ദീസ് ബിനൂംഡ് ഫിംഗേഴ്സ്, തണുത്ത വിരലുകൾ, വിച്ച് മേ ഹെൽപ്പ് യു ടു കട്ട് യുവർ സെൽഫ്, എ ക്യൂറിങ് ബോഡി. പിന്നെ എന്താ പറയുന്നത്? ക്യൂറിങ് ബോഡി വിറയ്ക്കാണ്. ഫ്രോസൺ ടവൽ പോലും തണുത്ത് മരവിച്ച് പോകുന്നത്, അത്ര തണവാണെന്നുള്ളതാണ് കാണിക്കുന്നത്, വേറെ ഒന്നുമില്ല. ആൻഡ് യു ആർ ഫുൾ ഓഫ് കോൾഡാണ്. ആൻഡ് ബി ദാറ്റ് സേസ് ദാറ്റ് ദർ ഈസ് നത്തിങ് ടു ഒപ്പോസ് ഇൻ ഓൾ ദീസ്. ഒന്നിലും നീ നോ പറയാൻ പറ്റണില്ല. ഓൾ വ്യൂസ് ഇൻ എനി റേറ്റ് ദാറ്റ് ഹി ഹാസ് നോ മെറിറ്റ് ഇൻ ഒപ്പോസിങ് ഇറ്റ്. ഒപ്പോസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയണം. പിന്നെ ഇവിടെ തോംസൺ ദ പോയിറ്റിനെ കുറിച്ച് പറയുകയാണ്. തോംസൺ ദി പോയിറ്റാണ് ഹു എക്സ്ക്ലെയിംസ് ഇൻ ഹി സീസൺസിൽ തോംസൺ എന്ന് പറഞ്ഞ പോയിറ്റ് പറയുന്നുണ്ട്, സീസൺസിൽ എന്തെന്ന് ഫാൾസ്ലി ലക്ഷൂറിയസ് എന്ന് പറയുന്നുണ്ട്, വിൽ നോട്ട് മേക്ക് മാൻ എവേക്ക്. സീസൺസിൽ ഇതിനെ പറയുന്നുണ്ട്, ഈ ഒരു എഴുന്നേൽക്കാനുള്ള ഇതിനെ ഫാൾസ്ലി ലക്ഷൂറിയസ് എന്ന് പറയുന്നുണ്ട്, വിൽ നോട്ട് മാൻ എവേക്ക്, മനുഷ്യൻ എഴുന്നേൽക്കില്ലേന്ന്. യൂസ്ഡ് ടു ലൈ ഇൻ ബെഡ് ടിൽ. അപ്പോൾ എന്താ അവിടെ? ലൈ ഇൻ ബെഡിൽ കിടക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. ബിക്കോസ് ഹീ സെഡ് ഹി ഹാഡ് നോ മോട്ടീവ് ഇൻ ഗെറ്റിംഗ് അപ്പ്. അപ്പോൾ ഈ പോയിറ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെപ്പോഴും നേരം വെളുത്താലും ബെഡിൽ തന്നെ കിടക്കും. അതിന് കാരണം പറയുന്നത് എന്താ? ഹി ഹാഡ് നോ മോട്ടീവ് ഇൻ ഗെറ്റിംഗ് അപ്പ്. എഴുന്നേൽക്കാൻ ഒരു മോട്ടിവേഷനോ ഒരു പ്രചോദനമോ എവിടെ നിന്നും ഇല്ല. ഹി കുഡ് ഇമാജിൻ ദ ഗുഡ് ഓഫ് റൈസിങ്. സങ്കല്പിക്കാറുണ്ട്, ഞാൻ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് എന്താ നല്ലത് എന്ന്. ബട്ട് ദെൻ ഹീ കുഡ് ഓൾസോ ഇമാജിൻ ദ ഗുഡ് ഓഫ് ലൈയിങ് സ്റ്റിൽ. പക്ഷെ അതേസമയം തന്നെ ആൾ ഒരു കാര്യം കൂടെ സങ്കല്പിക്കാറുണ്ട്, കെടുന്നാലുള്ള ഗുണം. ആൻഡ് ഹിസ് എക്സ്ക്ലമേഷനിൽ പറയും, ഇറ്റ് മസ്റ്റ് ബി അലൗഡ്, വാസ് മെയ്ഡ് അപ്പോൺ സമ്മർ ടൈം നോട്ട് വിൻ്റർ. സമ്മർ ടൈമിലാണ്, വിൻ്ററിലല്ലാതെ. ഓക്കെ, വി മസ്റ്റ് പ്രൊപ്പോർഷൻ ദ ആർഗ്യുമെൻറ്റ് ടു ദ ഇൻഡിവിജ്വൽ ക്യാരക്ടർ. എ മണി ഗെറ്റർ മേ ബി ഡ്രോൺ. അപ്പോൾ ഓരോ വ്യക്തികളും മോർണിംഗിൽ എഴുന്നേൽക്കുന്നത് അവരുടെ വ്യക്തിപരമായ ഒരു സ്വഭാവത്തിൻ്റെ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആ മോർണിംഗിൽ എഴുന്നേൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് ബെനിഫിറ്റാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും എന്ന് പറയാം. എ മണി ഗെറ്റർ, പണം ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ള ഒരാൾ, മേ ബി ഡ്രോൺ ഔട്ട് ഓഫ് ഹിസ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ബൈ 3 and 4 pence, 3 അല്ലെങ്കിൽ 4 പൈസ വെച്ചിട്ടായിരിക്കും. ബട്ട് ദിസ് വിൽ നോട്ട് സഫീസ് ഫോർ എ സ്റ്റുഡൻറ്റ്. പക്ഷേ ആ പണം ഉണ്ടാക്കാമെന്ന് മാത്രമാണ് ആളുടെ ചിന്ത. പക്ഷെ ഇതുപോലെയല്ല കുട്ടിക്ക് എന്ന് പറയാണ്. അതേസമയം എ പ്രൗഡ് മാൻ സേ, അഭിമാനമുള്ളൊരു മനുഷ്യൻ പറയും, വാട്ട് ഷാൽ ഐ തിങ്ക് ഓഫ് മൈസെൽഫ്, ഞാൻ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കേണ്ടത്, ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് അപ്പ്, എഴുന്നേറ്റില്ലെങ്കിൽ എന്ന്. ബട്ട് ദ മോർ ഹംബിൾ വൺ വിൽ ബി കണ്ടന്റ് ടു വേവ് ഹിസ് പ്രൊഡിജിനിയസ് നോഷൻ ഓഫ് ഹിംസെൽഫ് ഔട്ട് ഓഫ് റെസ്പെക്ട് ടു ഹിസ് കൈൻഡ്ലി ബെഡ്. ഇനി ദ മെക്കാനിക്കലായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലോ, ഷാൽ ഗെറ്റ് അപ്പ് വിത്തൗട്ട് എനി അഡോ അറ്റ് ഓൾ, ഒരു എന്താ പറയുക യാന്ത്രികമായിട്ട് യന്ത്രം പോലെ അയാൾ എഴുന്നേൽക്കും. ആൻഡ് നോ ഷാൽ ദ ബാരോമീറ്റർ, വേറെ അളവുകോലുകളൊന്നുമില്ല. ആൻഡ് ഇൻജീനിയസ് ലയർ ഇൻ ദ ബെഡ് വിൽ ഫൈൻഡ് ഹാർഡ് മാറ്റർ. ഇനി ഇൻജീനിയസ് ആയിട്ടുള്ള നോണ പറഞ്ഞ ഒരാൾ ബെഡിൽ കിടക്കുകയാണെങ്കിൽ, വിൽ ഫൈൻഡ് ഹാർഡ് മാറ്റർ ഓഫ് ഡിസ്കഷൻ, കണ്ടുപിടിക്കും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഈവൺ ഓൺ ദ സ്കോർ ഓഫ് ഹെൽത്ത് ആൻഡ് ലോങ്ങിവിറ്റി. അപ്പോൾ പറയും കൂടുതൽ നേരം എന്താണ് ഉറങ്ങുന്നത് ആരോഗ്യപരമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ആയുസ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ പറയാം. He will ask us for our proofs and precedents of ill effects of lying later in cold weather. അപ്പോൾ മടിയുള്ള ഒരാൾ പറയും, ഞാൻ കൂടുതൽ നേരം ബെഡിൽ കിടക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുക എന്നതിന് പ്രൂഫ് തരൂ, അല്ലെങ്കിൽ അത് മോശമായിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആരോഗ്യത്തെ. അതിന് പ്രൂഫ് തന്നാൽ മാത്രം ഞാൻ എഴുന്നേൽക്കാം
അല്ലാതെ ഞാൻ എഴുന്നേൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മടിയനായിട്ടുള്ള ഒരാൾ കെടുക്കാൻ ബെഡിൽ എന്ന് പറയാണ്. പിന്നെന്താ പറയുന്നത്, ഹി വിൽ ആസ്ക് അസ് ഫോർ പ്രൂഫ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആൻഡ് പ്രിസിഡൻസ് ഓഫ് ഇൽ എഫക്ട്സ് ഓഫ് ലൈലേച്ചർ ഇൻ ദ കോൾഡ് വെതർ ആൻഡ് സോഫിസ്കേറ്റ് മച്ച് ഓൺ ദ അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഈവൻ ടെമ്പറേറ്റ് ഓഫ് ദ ബോഡി. ആൾ എപ്പോഴും പറയുക ശരീരം ചൂടായിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ചൂടായിട്ടിരിക്കുക എപ്പോഴാണ്, കെടുക്കുമ്പോഴാണ് എന്നായിരിക്കും അയാൾ പറയുക. ഓഫ് ദ നാച്ചുറൽ പ്രോസ്പിരിറ്റി, പ്രിറ്റി യൂണിവേഴ്സൽ, ലോകം മുഴുവൻ അങ്ങനെയാണ്. ടു ഹാവ് വൺസ് വേ ആൻഡ് ഓഫ് ദ ആനിമൽസ് ദാറ്റ് റോൾ ദംസെൽസ് അപ്പ് ആൻഡ് സ്ലീപ്പ് ഓൾ വിൻ്റർ. അപ്പോൾ എക്സ്ക്യൂസായിട്ട് എന്ത് പറയാം, ചില ആനിമൽസിനെ കുറിച്ച് പറയാം. അവരെപ്പോഴും എന്ത് ചെയ്യുള്ളൂ, വിൻ്ററിൽ കിടന്ന് ഉറങ്ങുന്ന ചില ആനിമൽസിനെ കുറിച്ച്. ഹാസ് ടു ലോങ്വിറ്റി എന്ന് പറഞ്ഞാൽ ആയുസ്. ഹി വിൽ ആസ്ക് വെദർ ദ ലോങ്ങസ്റ്റ് ലൈഫ് ഈസ് ഓഫ് നെസസിറ്റി ബെസ്റ്റ്. ഇനിയും നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആയുസ് കൂടും, അല്ലെങ്കിൽ ഒരുപാട് നേരം അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാൽ ആയുസ് കുറയും. അങ്ങനെ വാദിക്കുന്നവരോട് പറയാനുള്ള കാര്യം, തോംസൺ എന്ന് പറഞ്ഞ പോയിറ്റിന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ്ങസ്റ്റ് ലൈഫ്, കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ ഗുണം, കൂടുതൽ കാലം ജീവിച്ചിരുന്നവർ മാത്രമാണ് ബെസ്റ്റ് സക്സസ് ആയതെന്ന് പറയാൻ പറ്റുമെന്ന് പറയാണ്. ആൻഡ് വെദർ ദ ഹോൾബോൺ ഈസ് ദ ഹാൻഡ്സമസ്റ്റ് സ്ട്രീറ്റ് ഇൻ ദ ലണ്ടൻ, ചോദിക്കുകയാണ് ഹോൾബോൺ മാത്രമാണോ, കാരണം ഇതെന്താണ്, ലോങ്ങസ്റ്റ് ആണ്. അപ്പോൾ ലോങ്ങസ്റ്റ്, ഒരുപാട് കാലം നീണ്ടത് മാത്രമാണോ നല്ലത്? അങ്ങനെയാണെങ്കിൽ ഹോൾബോൺ ആണ് ഏറ്റവും നീണ്ട സ്ട്രീറ്റ്, തെരുവ്, അതാണോ ഏറ്റവും ഹാൻഡ്സമസ്റ്റ് അല്ലെങ്കിൽ നല്ലത് ലണ്ടനിലെ സ്ട്രീറ്റ് എന്ന് ചോദിക്കാം. വി ഓൺലി നോ ഓഫ് വൺ കൺഫൗണ്ടിങ്, നോട്ട് ടു സേ കൺഫൗണ്ടഡ് ആർഗ്യുമെൻറ്റ്. അങ്ങനെ പല വാഗ്വാദങ്ങളാണ്. ഫിറ്റ് ടു ഓവർടേൺ ദ ഹ്യൂജ് ലക്ഷറി, ദ എനോർമസ് ബ്ലിസ് ഓഫ് വൈസ് ഇൻ ക്വസ്റ്റ്യൻ. സോ ഒരു ഉറക്കത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, എനോർമസ് ബ്ലിസ്സായിട്ടാണ് ഉറക്കത്തെ കാണുന്നത്, ഒരു അനുഗ്രഹമായിട്ട്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുന്നതാണ്. എ ലയർ ഇൻ ബെഡ്, ഒരാളിങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ മേ ബി അലൗഡ് ടു പ്രൊഫസ് എ ഡിസ്ഇൻറ്ററസ്റ്റഡ് ഇൻഡിഫറൻസ് ഫോർ ഹിസ് ഹെൽത്ത് ഓർ longevity, but while he showing the reasonableness of consulting his own or one's person's comfort, he must admit the proportionate claim of more than one, and the one must wait to deal with him in this, especially for a lady. For we earnestly recommend the use of honor such occasions of not whatever over perceive, since the extremes has awkward knack of meeting. First then admit all the ingenious of what he says, telling him that the ban has been deprived of an excellent lawyer. അപ്പോൾ ഇവിടെ ഒരു ലോയറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ലോയർക്ക് ബാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബാൻ അവിടെ നീക്കം ചെയ്തു എന്ന് പറയാണ്. ദ ലുക്ക് അറ്റ് ഹിം ഇൻ ദ മോസ്റ്റ് ഗുഡ് നേച്ചേർഡ് മാനർ ഇൻ ദ വേൾഡ്. അയാൾ നോക്കാൻ പറയുകയാണ് ആ ലോയറിനെ, ഏറ്റവും നല്ലൊരു പെരുമാറ്റ രീതിയിൽ ആയിട്ടുള്ള ആളെ. with a mixture of accent and appeal in your countenance, and tell him that you are waiting breakfast for him. അപ്പോൾ എന്താ പറയുന്നത്, ഒരു മിക്സ്ചർ ഓഫ് ആസെൻറ്റ് ആൻഡ് എപ്പീൽ ഇൻ യുവർ കൗണ്ടനൻസ് ആൻഡ് ടെൽ ഹിം ദാറ്റ് യു ആർ വെയിറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഹിം. അപ്പോൾ ആ ലോയറോട് നിങ്ങൾ പറയുക, നിങ്ങൾ അയാളെ വെയിറ്റ് ചെയ്യുകയാണ് എന്തിനും, ബ്രേക്ക്ഫാസ്റ്റിന്. ദാറ്റ് യു നെവർ ലൈക്ക് ടു ബ്രേക്ക്ഫാസ്റ്റ് വിത്തൗട്ട് ഹിം. ഒരു കാര്യം കൂടെ പറയുക, അപ്പോൾ മോർണിംഗിൽ എണീക്കാനുള്ള ചില കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോയറിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറയുകയാണ്. അയാൾ ചിലപ്പോഴൊക്കെ ആളുകൾ നേരത്തെ എണീക്കാൻ നിർബന്ധിതരാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോയറിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ലോയർ നേരത്തെ എണീക്കാൻ കാരണം എന്താ, ആ ലോയറുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് പറയുമായിരിക്കാം എന്തെന്നും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നിങ്ങളുടെ കൂടെ മാത്രം കഴിക്കാൻ എനിക്ക് പറ്റുള്ളൂ, നിങ്ങളുടെ കൂടെ കഴിച്ചാലാണ് ഞാൻ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിന് കറക്റ്റായിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ എഴുന്നേൽക്കാൻ കമ്പൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ലുക്ക് അറ്റ് ഹിം ഇൻ ദ മോസ്റ്റ് ഗുഡ് നാച്ചുർഡ് മാനർ ഇൻ ദ വേൾഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ആസെൻറ്റ് ആൻഡ് എപ്പീൽ ഇൻ യുവർ കൗണ്ടനൻസ് ആൻഡ് ടെൽ ഹിം ദാറ്റ് യു ആർ വെയിറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഹിം. ഞാൻ നിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായി കാത്തിരിക്കുന്നു. ദാറ്റ് യു നെവർ ലൈക്ക് ടു, എന്നിട്ട് നമ്മളെന്തെന്ന് പറയണം അയാളോട്, ബ്രേക്ക്ഫാസ്റ്റ് വിത്തൗട്ട് ഹിം, നീയില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ദാറ്റ് യു റിയലി വോണ്ട് ഇറ്റ് ടു, എനിക്ക് അങ്ങനെ വേണമെന്ന് തന്നെയാണ്. That the servants wants theirs, that you shall not know how to get the house in order unless he rises. And എല്ലാ സെർവൻറ്റുകൾക്കും എന്താ പറയുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നീ തന്നെ എഴുന്നേൽക്കണം. കാരണം എന്താ, അവർക്ക് അറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നീ തന്നെ മേൽനോട്ടം, വീടിൻ്റെ ഓർഡറിലും എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വയ്ക്കണം എന്ന് പറയണം. ആൻഡ് ദാറ്റ് യു ആർ ഷുവർ ഹി വുഡ് ഡു തിങ്സ് 20 times worse. പക്ഷെ നിങ്ങൾക്കറിയാം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 20 പ്രാവശ്യം മോശമായിരിക്കും.
even then getting out of his warm bed to put them all into good humor and state of comfort. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ചില ആളുകൾ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനും അവരൊരു ഗുഡ് ഹ്യൂമറിലേക്ക് എത്താനും ആ വാം ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു സ്റ്റേറ്റ് ഓഫ് കംഫോർട്ടിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ ഹാവിങ് സെഡ് ദിസ്, ഇത് പറഞ്ഞതിന് ശേഷം ത്രോ ഇൻ ദ കമ്പാരിറ്റീവ്ലി ഇൻഡിഫറൻറ്റ് മാനർ, വേറൊരു രീതിയിൽ പെരുമാറുക ടു ഹിം. വേറൊരു കാര്യം എടുത്ത് പറയണത് എന്താ ആളോട്? അബൌട്ട് ഹിസ് ഹെൽത്ത്, ആരോഗ്യത്തെ കുറിച്ചിട്ട്. that the sight of his illness make more people suffer than one, but that if nevertheless he really does feel so very sleepy and so very much refreshed by, കൂടുതൽ കിടക്കുമ്പോൾ സ്ലീപ്പി ആയിട്ട് തോന്നും, റിഫ്രഷ്ഡ് ആണെങ്കിൽ എഴുന്നേൽക്കണം. yet stay we hardly know whether the frailty of yes say that too, especially if you say it with sincerity, ആത്മാർത്ഥമായിട്ട് പറയുക. for if the weakness of human nature on the one hand, ഇവിടെ മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സിനെ കുറിച്ചാണ് ഒരു ഭാഗത്ത് പറയുന്നതെങ്കിൽ, ആൻഡ് ദ വിസ് ഇനേഷ്യ ഓൺ ദ അതർ, അവൻ്റെ എനർജി ആയിരിക്കാം മറ്റൊരു സൈഡിൽ പറയുന്നത്, ഷുഡ് ലീഡ് ഹിം ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് വൺസ് ഓർ ട്വൈസ്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഗുഡ് ഹ്യൂമർ വേണം ആൻഡ് സിൻസിയറിറ്റി വേണം. ഫോം ആൻ ഇറസിസ്റ്റബിൾ ജംഗ്ഷൻ അറ്റ് ലാസ്റ്റ് ആൻഡ് സ്റ്റിൽ ബെറ്റർ ആൻഡ് വാമർ തിങ്സ് ദാൻ പില്ലോസ് ആൻഡ് ബ്ലാങ്കറ്റ്. ഇതൊക്കെയാണ് ഒരു പക്ഷേ ചൂടുണ്ടാക്കുന്ന കാര്യങ്ങൾ പില്ലോസിനേക്കാളും ബ്ലാങ്കറ്റിനേക്കും. അതർ ലിറ്റിൽ ഹെൽപ്സ് ഓഫ് അപ്പീൽ മേ ബി ത്രോൺ ഇൻ ആസ് ഒക്കേഷൻ റിക്വയർസ്. മറ്റ് ചിലപ്പോൾ ഹെൽപ്പുകളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. യു മേ ടെൽ എ ലവർ, ഒരു ലവറിനോട് നിങ്ങളൊരു ലവറിനോട് പറയണം. ഒരു ഉദാഹരണമായിട്ട് പറയാണ്, ദാറ്റ് ലൈയിങ് ഇൻ ബെഡ് മേക്സ് പീപ്പിൾ കോർപ്പുലൻറ്റ്, എ ഫാദർ ദാറ്റ് യു വിഷ് ഹിം ടു കംപ്ലീറ്റ് ദ ഫൈൻ മാൻലി എക്സാമ്പിൾ ഹി സെറ്റ്സ് ഹി ചിൽഡ്രൻ, എ ലേഡി ദാറ്റ് ഷീ വിൽ എൻജോയ് ഹെർ ബ്ലൂം ഓർ ഹെർ ഷേപ്പ്. പല കാര്യങ്ങൾ പറയാമല്ലോ. ഒരു ലേഡിയോടാണെങ്കിൽ പറയാം, കൂടുതൽ നേരം കിടന്നാൽ നിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പറയാം. അതുപോലെ കുട്ടികളോട് ആ രീതിയിൽ പറയാം. അതുപോലെ തന്നെ മാനോടാണെങ്കിൽ എന്തെന്ന് പറയാം, ലവറിനോടാണെങ്കിൽ എന്ത് പറയാം, കൂടുതൽ നേരം ബെഡിൽ കിടന്നാൽ കോർപ്പുലൻ്റ് ആവും എന്ന് പറയാം അല്ലേ. അപ്പോൾ പിന്നെ ലേഡിയോട് എന്ത് പറയാം, ദാറ്റ് വിൽ എൻജോയ് ഹെർ ബ്ലൂം ഓർ ഹെർ ഷേപ്പ്, ഭംഗി നഷ്ടപ്പെടുന്നു. which Mr. or W admires so much, and a student or artist, and is always so glad to have done a good works day in his best manner. അപ്പോൾ ഒരു നല്ല ബെസ്റ്റ് മാനറിൽ വർക്ക് ചെയ്യും ആരായാലും. ഇനി അടുത്തത്തെ പറഞ്ഞത് റീഡർ ആൻഡ് പ്രേ മിസ്റ്റർ ഇൻഡിക്കേറ്റർ, ഹൗ ഡു യു ബിഹേവ് യുവർ സെൽഫ് ഇൻ ദിസ് റെസ്പെക്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഇൻഡിക്കേറ്റർ എന്താ ഉദാഹരണം ആൻസർ പറയുന്നത്, ഓ മാഡം പെർഫെക്റ്റ്ലി, ഞാൻ അങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടാണ്. ഓഫ് കോഴ്സ് ലൈക്ക് ഓൾ അഡ്വൈസേഴ്സ്, നിങ്ങളെല്ലാ അഡ്വൈസേഴ്സും പറയുന്ന പോലെ. റീഡർ എന്താ പറയുന്നത്, ഐ അലൗ ദാറ്റ് യു മോഡ് ഓഫ് ആർഗ്യുമെൻറ്റ് ഡസ് നോട്ട് ലുക്ക് ക്വൈറ്റ് സോ സസ്പീഷ്യസ് ആസ് ദ ഓൾഡ് വേ ഓഫ് സർമണൈസിങ് ആൻഡ് സിവിയറിറ്റി എന്ന് പറയുകയാണ്. ബട്ട് ഐ ഹാവ് സം ഡൗട്ട്സ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ പലതിലും എനിക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് ഡൗട്ട്സ്? എസ്പെഷ്യലി ഫ്രം ദ ലോസ് ഓഫ് യുവേഴ്സ്, നിങ്ങളുടെ ചിരി. ഇഫ് ഐ ഷുഡ് ലുക്ക് ഇൻ ടു ദ ടുമാറോ മോർണിംഗിൽ. അപ്പോൾ ഇൻഡിക്കേറ്റർ എന്താ പറയുന്നത്, എ മാഡം ദ ലുക്ക് ഇൻ ഓഫ് എ ഫേസ് ലൈക്ക് യുവേഴ്സ് ഡസ് എനിത്തിങ് വിത്ത് മീ, ഇറ്റ് ഷാൽ ഫെച്ച് മീ അപ്പ് അറ്റ് 9 ഇഫ് യു പ്ലീസ് 6 ഐ മെൻറ്റ് ടു സേ. അപ്പോൾ ഇവിടെ എഴുന്നേൽക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്ന, എഴുന്നേൽപ്പിക്കേണ്ട ഒരു സമയത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കി ഉറക്കവുമായി ബന്ധപ്പെട്ട് വരുന്ന അതുപോലെ തന്നെ പോയിറ്റ് തോംസൻ്റെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.